നമസ്കാരം. സ്വാതന്ത്ര്യദിനത്തിന് നൽകണമെന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച രണ്ട് ചെറിയ കഥകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ശൈലികമട്രി ആരംഭിക്കുന്നു. ഒരു രാജ്യത്തെ ജനങ്ങൾ മിനിമം സൗകര്യത്തിൽ പട്ടിണി, ദാരിദ്ര്യം, സാമാന്യ വിദ്യാഭ്യാസം, സാമാന്യ ആരോഗ്യ സൗകര്യങ്ങൾ ഇവയൊക്കെയോടുകൂടി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ പട്ടിണി, ദാരിദ്ര്യം, വിഷമതകൾ, സാമാന്യം ഒരു നല്ല വീട് പോലുമില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഒരു വീട്ടമ്മ എനിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാനിത് സ്വാതന്ത്ര്യ ദിനത്തിന് നൽകണം എന്നാണ് കരുതിയത്. പക്ഷേ നമ്മളെ ചതിക്കുന്ന പല കഥകളും അതിനിടയ്ക്ക് വന്ന് കയറിയപ്പോൾ നീട്ടിവെക്കേണ്ടി വന്നു. ഈ കൊച്ചിന് ഒരു ജോലി കൊടുക്കാൻ പറ്റുമോ സാർ? വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അപ്പം ഞാൻ അവർക്ക് മറുപടി കൊടുത്തു. അവര് ഈ പോർട്ടിനെതിരെ സമരം ചെയ്ത ലത്തീൻ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. അപ്പൊ ഞാൻ അവർക്ക് മറുപടി കൊടുത്തു, ഈ പിള്ളേരെയെല്ലാം അച്ഛന്മാർ പറ്റിച്ചു, പക്ഷെ നിങ്ങളെപ്പോലെയുള്ളവർ അതൊന്നും ചിലപ്പോൾ സമ്മതിക്കില്ല. അപ്പൊ അവർക്കത് മനസ്സിലായില്ല എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല, വിശദമാക്കാമോ? ആ അമ്മയുടെ മറുപടിയാണ്, എന്താണെന്ന് മനസ്സിലായില്ല, വിശദമാക്കാമോ? അപ്പൊ ഞാൻ അല്പം കൂടി വിശദീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് കൊടുത്തു. ഇത്തരം കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുത്ത് പോർട്ടിൽ ജോലിക്ക് കയറ്റാൻ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ ഞാൻ രൂപതാ വിശുദ്ധന്മാരോട് പറഞ്ഞു. അവർ പോർട്ട് തന്നെ അടിച്ചുപൊളിക്കാൻ നേതൃത്വം കൊടുത്തു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോ അവർക്ക് കാര്യം പിടികിട്ടി എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. കാരണം ഇത്തരം കുട്ടികൾക്ക്, പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഒരു കൈത്താങ്ങാകാൻ കഴിയുന്ന തരത്തിൽ തുറമുഖത്തെ മാറ്റണമെന്ന് തുടക്കകാലം മുതൽ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ മാത്രമല്ല, എല്ലാ സാധാരണ കുട്ടികൾക്കും അവസരം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് പണ്ട് മുതലേ ഞങ്ങൾ പാരലായിട്ട് തുറമുഖം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ അത് ആർക്ക് പ്രയോജനം ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മെസ്സേജ് കൊടുത്തപ്പോൾ അവർ വീണ്ടും എനിക്ക് ഒരു മറുപടി തന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ഞാൻ നമ്മുടെ വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല സാർ. കുറെ അതിബുദ്ധിയുള്ള, അടുത്ത വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അവരെഴുതിയ വാക്ക് ഞാൻ പറയുന്നില്ല, തികച്ചും അൺപാർലമെന്ററിയാണ്, ഞാൻ ഉപയോഗിക്കുന്നില്ല. കുറെ അതിബുദ്ധിയുള്ള ഡാഷ് ചെയ്തതല്ലേ, ഇന്ന ആളുകൾ ചെയ്തതല്ലേ. ബട്ട് നമ്മുടെ കുട്ടികൾ വിഷമിക്കുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ സാർ. ഇതാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ, നമ്മുടെ കുട്ടികൾ വിഷമിക്കുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു. യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യ ദിന ചിന്തയാണത്. നമ്മുടെ അയൽവാസി, സഹവാസി, നമ്മൾ അറിയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അതിന്റെ കുടുംബം വിഷമിക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ്. ഈ ദിവസങ്ങളിൽ ശ്രീ മോഹൻകുമാർ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, അത് എനിക്കും ഷെയർ ചെയ്തു. സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഗേറ്റ് തുറക്കണം. നമ്മുടെ തുറമുഖത്തിന്റെ ഗേറ്റ് തുറന്നാൽ മാത്രമേ, അതിലൂടെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യയുടെ സാമ്പത്തിക വിമോചനം, സാമ്പത്തിക സ്വാതന്ത്ര്യം, കാരണം അദ്ദേഹവും ഞങ്ങളും ഒക്കെ 30 വർഷമായിട്ട് പാരലായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഈ തുറമുഖം ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും സംഭവിക്കുക എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞത്. അദ്ദേഹം ഈ സ്വാതന്ത്ര്യ ദിനത്തിലും അദ്ദേഹം പറഞ്ഞ 62 പേർക്ക് അദ്ദേഹം ആ പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ MLA മാർക്കും MP മാർക്കും മന്ത്രിമാർക്കും കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കഷ്ടപ്പെടുന്ന ഒരാളുടെ കഥ വന്നപ്പോൾ അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഈ അമ്മയുടെ വിഷമത്തിന് ഉത്തരവുണ്ട്. ഉത്തരം വേറൊരാൾ നൽകി. അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയാൻ പറ്റുന്നില്ല. മിക്കവാറും അദ്ദേഹം പോർട്ടിന്റെ പരിസരത്ത് എല്ലാ ദിവസവും, അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്, മിക്കവാറും അവിടെ പോയി നോക്കും റോഡ് പണി എവിടെ വരെയായി,
കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. വെറുമൊരു കൗതുകത്തിന് വേണ്ടിയല്ല, അതേ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സ്വപ്നം കൊണ്ട് കുറെ പദ്ധതികൾ ആലോചിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഈ ഫീൽഡിൽ ഇപ്പൊ തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചൈന, ജപ്പാൻ, കൊറിയ ഈ സ്ഥലങ്ങളിൽ നിന്ന് കുറെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് തൂത്തുക്കുടിയിൽ നിന്നോ കൊച്ചിയിൽ നിന്നോ ട്രാൻസ്ഷിപ്മെന്റിലൂടെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രോജക്റ്റിന് ഫീസിബിൾ ആവില്ല, വലിയ നഷ്ടം വരും. അപ്പൊ അദ്ദേഹം ഈ തുറമുഖം വഴി ഡയറക്റ്റ് ആയിട്ട് ഇറക്കുന്നതിനെ കുറിച്ച് അതിന്റെ സാധ്യതകൾ അന്വേഷിച്ചപ്പോൾ മെച്ചപ്പെട്ട ചില ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹം പോയി ഗേറ്റ് തുറക്കാൻ സാധ്യതയുണ്ടോ, റോഡ് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ നാട്ടിൽ തന്നെ ഹൈറൈസ് ബിൽഡിങ്ങിൽ, വലിയ മോഡേൺ ബിൽഡിങ്ങിൽ വേണ്ടി വരുന്ന ഇന്റേണൽ അതിന്റെ മോഡിഫിക്കേഷൻസിനും മറ്റുമായിട്ടുള്ള സൗണ്ട് പ്രൂഫിംഗ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു ആധുനിക ടെക്നോളജി സംവിധാനമാണ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വാല്യൂ അഡീഷൻ നടത്തി നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിൽ സെല്ലിംഗ് കമ്പനി ദീർഘനാളായി പറയുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് തിരുവനന്തപുരത്തും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ചെയ്യാം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ 6 പേരുണ്ട്, ജോലി ചെയ്യാൻ 6 പേരുണ്ട്. ഇങ്ങനെ ഈ സാധനങ്ങൾ ഇറക്കുമതി ചെയ്താൽ, ഇവിടെ വെച്ച് വാല്യൂ അഡീഷൻ നടത്തി പ്രവർത്തനം നടത്തിയാൽ 25-30 കുടുംബങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 25-30 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അപ്പോ ഒരു വശത്ത് എന്താണ്, ഒരു കുട്ടി വിഷമിക്കുന്ന കാര്യം അമ്മ പറയുമ്പോൾ, മറുവശത്ത് ആ കുട്ടികളെ പോലുള്ള 25-30 കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് മുന്നോട്ടും അദ്ദേഹം പറയുന്നത് 10-60 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു വെയർഹൗസ് പണിയണം. കാരണം വെയർഹൗസ് പണിതാലാണ് ഈ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുക. സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്താലാണ് ആവശ്യക്കാർക്ക് അയച്ചു കൊടുത്ത് കാര്യങ്ങൾ പടപട നീക്കാൻ പറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വേർഷൻ. അപ്പോൾ അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും തൊഴിലവസരം ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുന്നു എന്നു മാത്രമല്ല, അദ്ദേഹത്തിന് ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റിന് ഓർഡറുണ്ട്. ഇവിടെ വെച്ച് വാല്യൂ അഡീഷൻ നടത്തി അത് കഴിഞ്ഞ് കപ്പലിൽ നേരിട്ട് കയറ്റി വിട്ടാൽ ആ ഉൽപ്പന്നം ജർമ്മനിയിലും അദ്ദേഹത്തിന് എത്തിക്കാൻ പറ്റും. അപ്പോൾ കണ്ടെയ്നർ ജനറേറ്റ് ചെയ്യാൻ പറ്റും, ചരക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, കാർഗോ ജനറേറ്റ് ചെയ്യാൻ പറ്റും, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. ദീർഘനാളായിട്ട് വെയർഹൗസ് സ്ഥലം വാങ്ങി വെയർഹൗസ് പണിത് പലിശ കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് തന്നെ തകർന്നു പോകും. അദ്ദേഹം അതുകൊണ്ട് വളരെ വിഷമത്തോട് ചോദിക്കുകയാണ്, സാർ ഗേറ്റ് തുറക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു സൂചനയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബാക്കിലോട്ട് ചിന്തിച്ച് ഇത്ര മാസം കൊണ്ട് വെയർഹൗസ് പണിതാൽ കണ്ടെയ്നർ വരുന്നു, സാധനം ഇറക്കുന്നു, വാല്യൂ അഡീഷൻ നടത്തുന്നു, കയറ്റിവിടുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്തിരുന്ന് ഗേറ്റ് തുറക്കുന്നതും റോഡ് കണക്ട് ചെയ്യുന്നതിന്റെയും കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സൂചന നൽകാൻ പറ്റുമോ എന്നാണ് സെയിലിംഗ് കമ്മിറ്റിയോട് ചോദിച്ചത്. അപ്പൊ രണ്ടും സ്വാതന്ത്ര്യത്തിലേക്കുള്ള 30 പേരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ചിന്തയുമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ നടക്കുന്നത്. മറുവശത്ത് സ്വാതന്ത്ര്യമില്ലായ്മയുടെ വിഷമം അനുഭവിക്കുന്ന വീട്ടമ്മ. ഇവയെ കൂട്ടിമുട്ടിക്കുന്നതായിരുന്നു 15-ാം തീയതി നൽകേണ്ടിയിരുന്ന പോസ്റ്റ്. അത് നമ്മുടെ പോർട്ടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇടയ്ക്ക് കയറി വന്നതിലൂടെ ഇത് നീട്ടിവെക്കേണ്ടി വന്നു. നമ്മുടെ കണ്ടെയ്നർ ട്രാക്കിംഗ് അതിഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. 100ാമത്തെ കണ്ടെയ്നർ അയച്ചു തന്നത് സീഷെൽസിലെ സിനീഷാണ്. അദ്ദേഹം ആദ്യം അയച്ചു തന്ന 4 കണ്ടെയ്നറിന്റെ കഥ പറഞ്ഞു, ഇത് നോക്കാൻ പറ്റിയിട്ടില്ല. 100ാമത്തെ കണ്ടെയ്നർ അദ്ദേഹമാണ്. അത് അപ്പോഴത്തേക്കും ബാങ്കോക്കിൽ നിന്ന് അക്ഷയ് 3-4 കണ്ടെയ്നർ അയച്ചു തന്നു. അപ്പൊ അതിനകത്തൊക്കെ ഓരോ പാഠമുണ്ട്. ബാങ്കോക്കിൽ നിന്നൊരു കണ്ടെയ്നർ വരുമ്പോഴും നമ്മൾ പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും നമുക്ക് പഠിക്കാനുള്ള പാഠമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഖൗഷോങ് എന്ന് പറയുന്ന തൈവാനിലെ പോർട്ടിൽ നിന്ന് തഞ്ചോങ് പലപ്പാസിലെ ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞ് ലയം ചെബാങ്, ഇപ്പൊ നമുക്ക് പരിചയമുണ്ടല്ലോ ലയം ചെബാങ് വഴി ബാങ്കോക്കിലോട്ട് പോകുന്ന കണ്ടെയ്നറാണ്. അങ്ങനെയാണ് ബാങ്കോക്കിൽ വെച്ച് അക്ഷയ് അത് പകർത്തിയത്. അപ്പോ ഖൗസിയോ എന്നാണ് തോന്നുന്നത്, ഖൗസിയോ തൈവാനിലെ പോർട്ടാണ്. അവിടെ നിന്ന് നേരെ ലയം ചെബാങ്ങിലോട്ട് പോകാം, ദൂരം കുറവാണ്, ഏകദേശം 1677 നോട്ടിക്കൽ മൈലേ ഉള്ളൂ. പക്ഷെ അങ്ങനെ അയക്കാൻ പറ്റുന്നില്ല. അവർക്ക് തഞ്ചോങ് പലപ്പാസ് വഴി ആദ്യം കൗഷിയോങ് തഞ്ചോങ് പലപ്പാസ് 1638, അത് കഴിഞ്ഞ് തഞ്ചോങ് പലപ്പാസ് ലയം ചെബാങ് 833, അത് കഴിഞ്ഞ് ലയം ചെബാങ്ങിൽ നിന്ന് ബാങ്കോക്ക് ഒരു ഉള്ളിലൂടെ ഒരു നദിയിലൂടെയാണ് പോകുന്നത്. ഖവോ ഫ്രയ
എന്നാണ് അക്ഷയ് അത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞത്. ഖവോ ഫ്രയ എന്ന് പറയുന്ന റിവറിലൂടെയാണ് ലയം ചബാങ്ങിൽ നിന്ന് ബാങ്കോക്കിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു പാഠം മനസ്സിലാക്കിയത്, നേരിട്ട് പോയാൽ 1677 നോട്ടിക്കൽ മൈൽ അകലമുള്ളത് ഈ വഴിയിലൂടെ പോകുമ്പോൾ 2471 ആയിട്ടും അവർ കാർഗോ അയക്കുന്നത് ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിന്റെ പ്രസക്തിയാണ്. തൈവാനിൽ നിന്ന് മലേഷ്യയിലോട്ട് വരുന്നു, മലേഷ്യയിലോട്ട് വന്നിട്ട് അവിടെ നിന്നാണ് തിരിച്ച് തായ്ലൻഡിലോട്ട് പോകുന്നത്. അപ്പോ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഈ പറയുന്ന ഇന്ത്യയുടെ, ഇന്ത്യൻ ഓഷ്യന്റെ ചുറ്റിലുമുള്ള 28ഓളം രാജ്യങ്ങളിൽ നിന്ന് ട്രാൻസ്ഷിപ്മെന്റ് നമ്മുടെ ഇവിടെ വന്ന് നടക്കും എന്നുള്ളത് കൂടുതൽ ആത്മവിശ്വാസം തരുന്ന ഒരു കഥയായി അക്ഷയുടെ ഈ ബാങ്കോക്ക് കണ്ടെയ്നർ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് 100 ദിവസത്തെ കണ്ടെയ്നറിനൊപ്പം ഈ കഥ കൂടി അവതരിപ്പിക്കുന്നത്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.